വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. വീണ്ടെടുപ്പ് എന്ന പഠന പരമ്പരയുടെ 9ാമത്തെ അവതരണത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. വളരെ സങ്കീർണവും ഗഹനവും വളരെ പ്രാധാന്യമേറിയ ഒരു വിഷയമാണ് വീണ്ടെടുപ്പ് എന്നുള്ളത്. ഈ വിഷയ പഠനത്തിൽ നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടെടുപ്പ് എന്ന ഉത്തമമായ ഉന്നതമായൊരു വാഗ്ദാനത്തെക്കുറിച്ചാണ്. വീണ്ടെടുപ്പ് ഒരു വാഗ്ദാനമാണ്. ദൈവം അബ്രഹാമിന് വാഗ്ദാനം നൽകി. ആ വാഗ്ദാനത്തിൽ 2 ഭാഗങ്ങൾ ഉള്ളതായിട്ട് നാം കണ്ടു. ഒന്ന്, രാഷ്ട്രത്തെക്കുറിച്ചും ദേശത്തെക്കുറിച്ചുമുള്ള വാഗ്ദാനമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 12ാം അധ്യായത്തിൽ അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരമാണ് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം 12ാം അധ്യായം 1-2 വാക്യങ്ങളിൽ യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായി തീരും. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അപ്പം ഒരു രാജ്യത്തെക്കുറിച്ച്, അബ്രഹാമിലൂടെ ഒരു വലിയ ജനത രൂപപ്പെടുന്നതിനെക്കുറിച്ച് പറഞ്ഞു. കൂടാതെ അതിൻ്റെ 7ാമത്തെ വാക്യത്തിൽ യഹോവ അബ്രഹാമിൻ്റെ പ്രത്യക്ഷനായി നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കും. ഇപ്പം ജാതിയാക്കുമെന്ന് മാത്രമല്ല, ഒരു ദേശത്തിൻ്റെ വാഗ്ദാനവും കാണാം. ഉൽപ്പത്തി 12ൻ്റെ അടിസ്ഥാനം. അപ്പം ഇതാണ് ആദ്യത്തെ വാഗ്ദാനം. അബ്രഹാമിനോടാണ് വാഗ്ദാനം ചെയ്തത്. വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന അബ്രഹാം. കൂടാതെ 22ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം അവിടെ അബ്രഹാമിന് നൽകുന്നത് ആത്മീക സന്തതി എന്ന വാഗ്ദാനമാണ്. കാരണം ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ തയ്യാറായപ്പോൾ ദൈവം അബ്രഹാമിനെ തടുക്കുകയും അബ്രഹാമിനുടെ ഒരു വാഗ്ദാനം കൊടുത്തത്, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്നിൽ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയായി വരുന്ന ഒരു വ്യക്തിയിലൂടെ ഭൂമി മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്നൊരു വാഗ്ദാനം. അത് 22ാം അധ്യായത്തിൻ്റെ 18ാം വാക്യത്തിലാണ്. നിന്റെ സന്തതി മുഖാന്തരം എന്ന വാക്കിൽ നമുക്കത് കാണാം. നിന്റെ സന്തതി മുഖാന്തരം. 12ൻ്റെ 3-ലും ഈ വാക്കുണ്ട്. അവിടെയും ഈ ആത്മീക അനുഗ്രഹത്തെക്കുറിച്ചാണ്. 12ൻ്റെ 3-ാം വാക്യത്തിൽ അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, നിന്നെ ശപിക്കുന്നതിന് ഞാൻ ശപിക്കുന്നത്, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അത് ആത്മീക സത്യതയെക്കുറിച്ചുള്ളതാണ്. ഇപ്പോൾ ഉൽപ്പത്തി 12-ൽ 2 വാഗ്ദാനത്തെയും കാണാം. ദേശം, രാഷ്ട്രം എന്ന വാഗ്ദാനം അത് 2ാം വാക്യത്തിലും 7ാം വാക്യത്തിലും. 3ാം വാക്യത്തിൽ ആത്മീക അനുഗ്രഹം. എന്നിട്ട് അതിൻ്റെ കൂടുതൽ വ്യക്തമായ മറ്റൊരു ചിത്രം 22ാം അധ്യായം 18ാം വാക്യം. അവിടെ നിന്റെ സന്തതി എന്ന് എടുത്തു പറയും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഇത് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മൊത്തത്തിൽ അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനത്തിൽ 2 ഘടകങ്ങൾ. 1ാമത്തെ ഘടകം ദേശത്തെക്കുറിച്ചും രാഷ്ട്രത്തെക്കുറിച്ചും. അത് പഴയ നിയമ ചരിത്രമാണ്. ആ വാഗ്ദാനം പൂർണ്ണമായി നിറവേറും. അതേസമയത്ത് മറ്റൊരു വാഗ്ദാനം ആത്മീക സന്തതി. അബ്രഹാമിൻ്റെ ആത്മീക സന്തതി മുഖാന്തരം ഭൂമി മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്നൊരു വാഗ്ദാനം. ആദ്യം പറഞ്ഞു നിന്നിൽ എന്ന് 12ൻ്റെ 3-ൽ പറഞ്ഞു, ഇംഗ്ലീഷിൽ ഇൻ യു. പിന്നീട് ഉൽപ്പത്തി 22ൻ്റെ 18-ൽ നിന്റെ സന്തതി എന്ന് പറഞ്ഞു. ആത്മീക അനുഗ്രഹത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞു സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, ഇംഗ്ലീഷിൽ ഓൾ ഫാമിലീസ് എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു സകല ജാതികളും എന്ന് പറഞ്ഞു, ഓൾ നേഷൻസ് എന്ന് ഇംഗ്ലീഷിൽ. അത് ദേശത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും വാഗ്ദാനത്തോട് ബന്ധപ്പെട്ട്. അപ്പോൾ അബ്രഹാമിൻ്റെ സന്തതിയിലൂടെ ലോകമെങ്ങും സംഭവിക്കുന്നൊരു അനുഗ്രഹം, അത് എല്ലാ വംശങ്ങളും എല്ലാ ജാതികളും ഒരു അനുഗ്രഹിക്കപ്പെടുമെന്ന് തന്നെയാണ്. പക്ഷെ അതിന് ആദ്യം ദൈവം ഇസ്രായേൽ ജനത്തെ രൂപീകരിക്കുന്നതിന് അബ്രഹാമാണ് അവരുടെ ആരംഭം. അബ്രഹാം അതിനു മുമ്പ് വിഗ്രഹാരാധിയായിരുന്നു. ആ പശ്ചാത്തലത്തിൽ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചിട്ട് അവനോട് വാഗ്ദാനം പറഞ്ഞാൽ, നിന്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം ഇതാണ്, നീ ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം ഇതാണ്. നിന്നിലൂടെ ആദ്യം ഈ ഇസ്രായേൽ ജനത രൂപപ്പെടും, ഞാൻ അവരെ അനുഗ്രഹിക്കും, ഒരു ദേശം ഞാൻ അവർക്ക് കൊടുക്കും. അതോടൊപ്പം നിന്നിലൂടെ മറ്റൊരു ഉദ്ദേശം, നിന്നിലൂടെ വരുന്ന ഒരു സന്തതി പരമ്പരയിലൂടെ മനുഷ്യവർഗത്തിന് ആത്മരക്ഷ ഉണ്ടാകും. ഇതാണ് അബ്രഹാമിൻ്റെ ജീവിത ഉദ്ദേശം. നമ്മുടെ ജീവിതവും അങ്ങനെ ഉദ്ദേശം കണ്ടെത്തണം. അപ്പോൾ 1ാമത് നിന്നെ ജാതിയാക്കും, ദേശം നൽകും. അത് പഴയ നിയമത്തിൽ അതിൻ്റെ നിവൃത്തി രേഖപ്പെടുത്തും. എങ്ങനെയാണ് ദൈവ വാഗ്ദാനം നിറവേറ്റിയത്? 2ാമത്തെ വാഗ്ദാനം ആത്മീക സന്തതിയുടെ വാഗ്ദാനം. അത് പുതിയ നിയമത്തിൽ
അതെങ്ങനെയാണ് പരിവർത്തനം സംഭവിച്ചത്, എങ്ങനെയാണ് നിവൃത്തിയായതെന്ന് കാണിച്ചു തരും പുതിയ നിയമത്തിലൂടെ. ആദ്യത്തേത് രാഷ്ട്രീയം, ഭൗതികം, താൽക്കാലികം. ദേശം, രാഷ്ട്രം എന്ന് പറയുന്നത് ഭൗതികമാണ്, താൽക്കാലികമാണ്, രാഷ്ട്രീയമാണ്. രണ്ടാമത്തത് ആത്മികമാണ്, നിത്യമാണ്, സന്തതിയിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയും. രണ്ട് വാഗ്ദാനങ്ങളുടെ വെളിപ്പെടുത്തലാണ് പഴയ നിയമവും പുതിയ നിയമത്തിലെ സുപ്രധാന പ്രമേയങ്ങൾ. ഈ വാഗ്ദാനങ്ങളുടെ നിവൃത്തി കണ്ടെത്തുക എന്നതാണ് വീണ്ടെടുപ്പ് പദ്ധതിയുടെ വികാസനം. ഈ വാഗ്ദാനങ്ങളുടെ നിവൃത്തി കണ്ടെത്തണം. അപ്പോൾ വീണ്ടെടുപ്പ് പദ്ധതി ദൈവം എങ്ങനെയാണ് വികസിപ്പിച്ചതെന്ന് കാണാൻ കഴിയും. പിന്നീട് നമ്മൾ ചിന്തിക്കാൻ ആരംഭിച്ചത് ബൈബിളിലെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് തന്നെ അബ്രഹാമിനോടുള്ള ഈ വാഗ്ദാനം. പലർക്കും ഈ പഠനം അത്ര പരിചയമുണ്ടാകില്ല. പക്ഷെ വളരെ പ്രധാനപ്പെട്ടൊരു പഠന വിഷയമാണ്. ബൈബിളിൻ്റെ പ്രധാന പ്രമേയമാണ് ദൈവം അബ്രഹാമിനോട് നൽകിയ വാഗ്ദാനം. അപ്പോൾ ദൈവം അബ്രഹാമിനോട് നൽകിയ വാഗ്ദാനവും അതിൻ്റെ നിവൃത്തിയും ബൈബിളിലെ മുഖ്യ ചിന്തയാണ്. മശിഹായെ സംബന്ധിച്ച് പല പ്രവചനങ്ങളുണ്ട്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ പല ഘടകങ്ങളെക്കുറിച്ചും സഭയെക്കുറിച്ചും പാപബലത്തെക്കുറിച്ചും ഇങ്ങനെ പലതും മശിഹാ പ്രവചനത്തിൻ്റെ അകത്ത് പെടും. പല നന്മകളുടെ പല ഭാഗങ്ങളുണ്ട്. ജീവിതത്തിലെ പല ഘടകങ്ങളെക്കുറിച്ചുണ്ട്, സഭയെക്കുറിച്ചുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ പഴയ നിയമത്തിലെ മശിഹാ പ്രവചനങ്ങളെല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് പുതിയ നിയമത്തിൽ പറയുന്നത് വാഗ്ദാനം എന്നാണ്. വാഗ്ദാനം എന്ന വാക്കുകൊണ്ടാണ്. പല ഘടകങ്ങളുണ്ട് എങ്കിലും അവയെല്ലാം ഒരു വാഗ്ദാനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളും വിശദീകരണം. നമ്മൾ ഉദാഹരണത്തിന് ഒരു വാഹനത്തെക്കുറിച്ച് കണ്ടു. വാഹനം ഒരുമിച്ച് നമ്മൾ വാഹനം എന്ന് പറയുമെങ്കിലും അതിൽ പല ഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതിൽ പുറത്തുള്ള അതിൻ്റെ ചേസിസ് ഉണ്ട്, അതിൻ്റെ മോട്ടോറുണ്ട്, എൻജിനുണ്ട്, വീലുകളുണ്ട്, സീറ്റുകളുണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്, ബമ്പറുണ്ട്, ഹെഡ്ലൈറ്റ് ഉണ്ട്. ഇതെല്ലാം ചേരുന്നതാണ് വാഹനം. അതുപോലെ തന്നെ ഒരു വലിയ വാഗ്ദാനം ദൈവം കൊടുത്തു അബ്രഹാമിന്. അതിൽ പല ഭാഗങ്ങളുണ്ട്. അതിൻ്റെ നിവൃത്തിക്കായി ക്രൂശുണ്ട്, ക്രിസ്തുവിൻ്റെ സ്വന്തം രക്തമുണ്ട്, അതിൻ്റെ ഫലമായ പാപമോചനമുണ്ട്, പരിശുദ്ധാത്മ ദാനമുണ്ട്, വീണ്ടെടുക്കപ്പെട്ടവരുടെ സമൂഹ സഭയുണ്ട്. ഇതെല്ലാം അതിൽ പെടുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ആ മഹാവാഗ്ദാനത്തിൻ്റെ ഭാഗങ്ങളാണ്. ഈ വാഗ്ദത്തം ആർക്കാ കൊടുത്തത്? അബ്രഹാമിന് കൊടുത്തു. അബ്രഹാമിന് കൊടുത്തു. അത് ക്രിസ്തുവിലും സഭയിലും പാപമോചനത്തിലും പൂർത്തീകരിച്ചു, നിവൃത്തിയായി. അപ്പോൾ ഈ പഠനം നമ്മൾ പ്രവേശിക്കുമ്പോൾ ശരിക്കും നമ്മൾ വാസ്തവത്തിൽ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് പ്രക്രിയ വികസിച്ചു വന്നതിനെ കുറിച്ചാണ്. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ വാഗ്ദാനം പുതിയ നിയമത്തിൽ നിവൃത്തിയായതിനെ കുറിച്ചാണ്. ആത്മീക സന്തതിയിലൂടെയുള്ള വാഗ്ദാനം. പഴയ നിയമത്തിൽ മറ്റേത് പൂർണ്ണമായി. ഞാൻ നിന്നെ ജാതിയാക്കും, ഈ ദേശം തരും. യോശുവയുടെ പുസ്തകം കൃത്യമായിട്ട് അറിയാം. ദൈവം അവർക്ക് ഇസ്രായേൽ ജനത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ ദേശമൊക്കെയും കൊടുത്തു. ഒരു വാഗ്ദാനം ഇനി അവശേഷിക്കുന്നില്ല. അതിലവർ നിലനിന്നില്ലുള്ളത് അവരുടെ കയ്യിലുള്ള കുഴപ്പം, അവരുടെ മത്സരവും പാപവും. അവർ പ്രവാസികളായി പോയതിൻ്റെ കാരണം അവരാണ്. ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞ എല്ലാം കൊടുത്തു. യോശുവ കൃത്യമായിട്ട് ജനത്തോട് പറയും, ദൈവം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ എല്ലാം തന്നു. ഒരു വാഗ്ദാനങ്ങളും നിറവേറാതിരുന്നില്ല. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഒരു രാജ്യം കിട്ടും, പാലസ്തീൻ കിട്ടും, അവിടെ കിട്ടും, ഇവിടെ കിട്ടും എന്ന് കാത്തിരിക്കുന്നത് വചന പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. ദൈവർക്ക് കൊടുക്കാമെന്നുള്ള ദേശം എല്ലാവരും കൊടുത്തു. 1948 കൊടുത്തത്, യോശുവയുടെ കാലത്ത് തന്നെ അത് കൊടുത്തു. പക്ഷെ അവർ നഷ്ടപ്പെടുത്തി. പ്രധാനപ്പെട്ട വാഗ്ദാനം അതല്ല. ഭൂമിയിലുള്ള ഏതെങ്കിലും രാജ്യത്തും ദേശത്തെയും സ്ഥലത്തെക്കുറിച്ചല്ല. പ്രധാന വാഗ്ദാനം അബ്രഹാമിന് നൽകിയ പ്രധാന വാഗ്ദാനം അബ്രഹാമിൻ്റെ സന്തതിയിലൂടെയുള്ള അനുഗ്രഹമാണ്. അത് ഒരു വാഗ്ദാനമാണ്. പുതിയ നിയമം വളരെ വ്യക്തമായി ഉറപ്പിക്കുന്നു. അത് മശിഹായെക്കുറിച്ചുള്ള വാഗ്ദാനമാണ്. ഒരു വാഗ്ദാനം, ഏക വാഗ്ദാനമാണ്. ഇത് 40ഓളം പുതിയ നിയമ എഴുത്തുകാർ, 40ഓളം പുതിയ നിയമ പരാമർശനങ്ങൾ ഈ വാഗ്ദാനത്തെക്കുറിച്ച് പുതിയ നിയമത്തിലുണ്ട്. ഓരോ പരാമർശനവും അതിൻ്റെ കേന്ദ്രസ്ഥാനത്ത് കാണുന്ന വാക്ക് വാഗ്ദാനം എന്നാണ്. വാഗ്ദാനം, വാഗ്ദത്തം. ആ വാഗ്ദത്തം എന്ന വാക്കാണ് കേന്ദ്രം. അത് അപ്പോസ്തലനായ പത്രോസും പൗലോസും ഇതിനെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംസാരിക്കുന്നതാണ്. ആദ്യമായിട്ട് പത്രോസിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം. പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 18 മുതൽ 26 വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ എല്ലാ വാക്യങ്ങളും ഇപ്പോൾ വായിക്കുന്നില്ല. 3-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ ആദ്യത്തെ 2 വാക്യം 18-19 ആദ്യം ഒന്ന് വായിക്കാം. ഇവിടെ പത്രോസാണ് സംസാരിക്കുന്നത്.
പഴയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ക്രിസ്തുവിനെ അവതരിപ്പിക്കുകയാണ്. ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പ് ഈ വിധത്തിലാണ് അവതരിപ്പിച്ചത്. 18 മുതൽ ദൈവമോ തൻ്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാരിൽ മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. അപ്പോൾ അവിടെ ഒരു മനുഷ്യനെ സുഖപ്പെടുത്തിയ ശേഷം പശ്ചാത്തലത്തിൽ ജനങ്ങൾ ഓടിക്കൂടിയപ്പോഴാണ് പത്രോസ് പ്രസംഗിച്ചത്. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. എന്നാൽ കർത്താവിൻ്റെ സമൂഹത്ത് നിന്ന് ആശ്വാസകലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. രണ്ടാം വരവിനെ കുറിച്ച് ഇപ്പം പെന്തക്കോസ്താളുടെ പ്രസംഗത്തിന് തത്തുല്യമായ മറ്റൊരു പ്രസംഗമാണ്, സുവിശേഷ പ്രസംഗമാണ്. എന്നിട്ട് അവിടെ പഴയമത്തിൽ നിന്ന് മോശയുടെ ആവർത്തന പുസ്തകത്തിൽ മോശ പറഞ്ഞ വാക്കുകൾ, ദൈവം നിങ്ങളെ എന്നെപ്പോലെ ഒരു പ്രവാചകൻ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരുമെന്നൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ പറയും. എന്നിട്ട് മോശ തുടങ്ങി സകല പ്രവാചകന്മാരും സമൂവേൽ തുടങ്ങി ആദ്യമായ പ്രവാചകന്മാരെല്ലാം ഈ കാലത്തെക്കുറിച്ച് സംസാരിച്ചൊന്ന് കാണിക്കും. എന്നിട്ട് ഇനി 25-ാം വാക്യം മുതൽ 25, 26, 25 ഉൽപ്പത്തി 22:18 ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ അബ്രഹാം തയ്യാറായി നിൽക്കുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനത്തിലെ ആ വാക്യമാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. ബൈബിളുണ്ടെങ്കിൽ തുറന്നു നോക്കി എനിക്ക് കാണാം, കൊട്ടേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത്, അല്ലെങ്കിൽ അബ്രഹാമിനോട് അരുളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിൻ്റെയും പ്രവാചികളെ മക്കൾ നിങ്ങൾ തന്നെ. അപ്പോൾ അബ്രഹാമിനോട് ദൈവം ചെയ്ത ഈ വാഗ്ദാനം, ആ വാഗ്ദാനത്തിൻ്റെ അവകാശികളായി തീരേണ്ടവരാണ് യഹൂദന്മാരെ നിങ്ങൾ. ആ വാഗ്ദാനം ചെയ്ത പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിൻ്റെ പ്രവാചികളുടെ മക്കൾ നിങ്ങൾ തന്നെ. എന്നിട്ട് 26-ാം വാക്യം, നിങ്ങൾക്ക് ആദ്യമേ ദൈവം തൻ്റെ ദാസനെ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെ അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനാണ് അയച്ചിരിക്കുന്നു. അപ്പോൾ ആ മശിഹ അബ്രഹാമിന് നൽകിയ ആത്മീക സന്തതിയിലൂടെയുള്ള അനുഗ്രഹം, ആ അനുഗ്രഹം നടപ്പിലാക്കാൻ വന്ന കർത്താവ് യേശു, ആ യേശുവിൻ്റെ വരവിലൂടെ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുക, പാപമോചനം. അങ്ങനെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ഒരുക്കപ്പെട്ടത്. നിങ്ങൾക്ക് വേണ്ടിയാണ് അത് ആദ്യം ഒരുക്കപ്പെട്ടത് എന്ന് വ്യക്തമായി ഇവരോട് പറഞ്ഞു. ഇപ്പോൾ പത്രോസ് വളരെ വ്യക്തമായി കേൾവിക്കാരെ ഉറപ്പിക്കുകയാണ്, സകല മശിഹ പ്രവചനങ്ങളും ക്രിസ്തുവിൽ നിവൃത്തിയായി. മോശ തുടങ്ങി ശമൂവേൽ തുടങ്ങി ആദിയായി സകല പ്രവാചകന്മാരും ഇതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സകല പ്രവാചകന്മാരും പറഞ്ഞത്, മശിഹായെക്കുറിച്ച് പറഞ്ഞത് ക്രിസ്തുവിൽ നിവർത്തിയ അവൻ്റെ കഷ്ടാനുഭവങ്ങളിൽ, അതിനെ തുടർന്ന് മനുഷ്യർക്ക് ലഭിക്കുന്ന പാപമോചനത്തിൽ. മനുഷ്യർക്ക് ഈ വലിയ അനുഗ്രഹം തരാനാണ് ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. ആ പുത്രൻ ക്രൂശിൽ മരിച്ച യാതനയും കഷ്ടതയും വേദനയും അനുഭവിച്ചത്. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവർ കേട്ട ഇതില്ല, ഒരു ശ്രദ്ധിച്ചില്ല. ഇത്ര വലിയ അനുഗ്രഹം, പാപമോചനത്തെക്കാളും വലിയൊരു അനുഗ്രഹമില്ല. ഈ അനുഗ്രഹം നൽകാൻ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിൻ്റെയും പ്രവാചികളുടെ മക്കൾ നിങ്ങളാണെന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് ഈ അനുഗ്രഹം തരാനാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചതെന്ന് പറയുമ്പോൾ, പത്രോസ് വളരെ വ്യക്തമായിട്ട് എൻ്റെ അന്തസ്സത്തെ പറഞ്ഞു കൊടുത്തു. ദൈവം പഴയമത്തിൽ പ്രവചിച്ചത് ക്രിസ്തു ക്രൂശിൽ നിവൃത്തിയാക്കി. അങ്ങനെ നിങ്ങൾക്കിന്ന് പാപങ്ങളുടെ മോചനം ലഭ്യമാണ്. നിങ്ങളുടെ അകൃത്യങ്ങളിൽ തിരിയാൻ പറ്റും. ആശ്വാസകാലങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ആശ്വാസം നിറയുന്ന ജീവിതങ്ങൾക്ക് കിട്ടും. ഇതാണ് അവിടെ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ യഹൂദന്മാർ വ്യക്തമായി പറഞ്ഞു, നിങ്ങളാണ് ഇതിൻ്റെ അവകാശികൾ. മക്കൾ എന്ന വാക്കുകൊണ്ട് പറഞ്ഞു. ഈ അബ്രഹാമിന് കൊടുത്ത ഈ വാഗ്ദാനത്തിൻ്റെ മക്കൾ നിങ്ങളാണ്, അവകാശികൾ നിങ്ങളാണ്. എന്നിട്ട് പറഞ്ഞു അത് ഒരു ഉടമ്പടിയാണ്. അവിടെ ഉപയോഗിക്കുന്ന മലയാളത്തിൽ ഇവിടെ നിയമത്തിൻ്റെ മക്കൾ, ഇംഗ്ലീഷിൽ കവനന്റ്, വിത്ത് ദ സൺസ് ഓഫ് ദ കവനന്റ്. നിങ്ങളുടെ ഉടമ്പടിയുടെ മക്കളാണ്. ദൈവം നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി, അബ്രഹാമിനോട് വാഗ്ദാനം ചെയ്ത ഉടമ്പടി, പിന്നീട് മറ്റ് പിതാക്കന്മാരോട് ഓർമ്മിപ്പിച്ച ഉടമ്പടി. നിങ്ങളതിൻ്റെ അവകാശികളാണ്. അതിൻ്റെ അനുഗ്രഹമായിട്ടാണ് പാപമോചനം. അപ്പോൾ നമ്മൾ മറക്കരുത്, വളരെ പ്രധാനമാണ്. ദൈവം അബ്രഹാമിൻ്റെ സന്തതിയിലൂടെ നൽകാമെന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട അനുഗ്രഹം എന്ന് പറയുന്നത് പാപങ്ങളുടെ മോചനം, അകൃത്യങ്ങളുടെ മോചനമാണ്. അത് ദൈവം നൽകിയ വീണ്ടെടുപ്പ്, പാപങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പ് എന്ന വിഷയത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മൾ പ്രത്യേകിച്ച് അത് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. സകല മശിഹ പ്രവചനങ്ങളും ദൈവം മുൻകൂട്ടി പറഞ്ഞ, പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ പറഞ്ഞ സകല മശിഹ പ്രവചനങ്ങളും അതെല്ലാം സുവിശേഷം, ക്രിസ്തുവിലൂടെ കടന്നു വന്ന സുവിശേഷത്തിൽ നിവൃത്തിയാവുകയാണ്. അബ്രഹാമിൻ്റെ സന്തതി ക്രിസ്തുവാണ്. അബ്രഹാമിൻ്റെ പറഞ്ഞ നിന്നിൽ, നിന്റെ സന്തതി, അത് 12-ാം അധ്യായം 33-ാം വാക്യത്തിലും 22-ാം അധ്യായം 18-ാം വാക്യത്തിലും ദൈവം അബ്രഹാമിൻ്റെ പറഞ്ഞ നിന്റെ സന്തതി, ഭൂമിക്ക് അനുഗ്രഹം വരുന്ന ആത്മീക അനുഗ്രഹം കൊണ്ടുവരുന്ന നിന്റെ സന്തതി,
അത് യേശുവാണ്. യേശുവിൻ്റെ ക്രൂശിലെ മരണം, അടക്കം, ഉയർപ്പ്, അതുവഴി വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനം, ഇതെല്ലാം ലഭിക്കുന്ന മനുഷ്യൻ പാപമോചനം എന്ന മഹാ അനുഗ്രഹത്തിലേക്കാണ് പ്രവേശിക്കപ്പെടുന്നത്. അതാണ് ആ വാഗ്ദാന നിവർത്തി. പൗലോസിൻ്റെ വാക്കുകൾ കൂടി കേൾക്കാം. പ്രവൃത്തിയുടെ പുസ്തകം 26-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ. അവിടെ അഗ്രിപ്പ രാജാവാണ് മുമ്പിൽ നിൽക്കുന്നത്. പൗലോസിന് അനുവാദം കിട്ടി. പൗലോസ് കൈനീട്ടി പ്രതിവാദിച്ചു തുടങ്ങി. 6-ാം വാക്യം, ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും. അഗ്രിപ്പാവിന് യഹൂദന്മാരുടെ ആചാരങ്ങളും തർക്കങ്ങളും എല്ലാം അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് പൗലോസിന് ധൈര്യമായിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കുവാൻ ആശിക്കുന്നതുമായ വാഗ്ദത്തം. ഇവിടെ പ്രോമിസ് എന്ന വാക്കാണ്. ഇപ്പം 12 ഗോത്രങ്ങൾ രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കാൻ ആശിക്കുന്നതുമായ വാഗ്ദത്വത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാനിപ്പോൾ വിസ്താരത്തിലായിരിക്കുന്നത്. ആ പ്രത്യാശയെ ചൊല്ലി ആകുന്ന രാജാവേ യഹൂദന്മാർ എൻ്റെ മേൽ കുറ്റം ചുമത്തുന്നു. പൗലോസ് വളരെ വ്യക്തമായി മനോഹരമായി പറഞ്ഞു, ഒരു വലിയ വാഗ്ദാനം, യഹൂദന്മാർക്ക് ദൈവം നൽകിയ പ്രത്യാശയാണ് ആ വാഗ്ദാനം. ഇവർ രാപ്പുകൾ ശ്രദ്ധയോടെ ആരാധിക്കാൻ എത്തിപ്പിടിക്കാൻ ആശിക്കുന്നതായ വാഗ്ദാനത്തിലുള്ള പ്രത്യാശ, അത് ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. ഞാനിവിടെ പ്രശ്നമുണ്ടാക്കാൻ വന്ന ആളല്ല, അവരെ സഹായിക്കാൻ വന്ന ആളാണ്. അഗ്രിപ്പ രാജാവിൻ്റെ പൗലോസിൻ്റെ പുസ്തകം വളരെ പ്രധാനപ്പെട്ട പ്രതിവാദമാണ്. പൗലോസ് പറഞ്ഞു, യഹൂദന്മാരുടെ പ്രത്യാശയാണ് ഈ വാഗ്ദാനം. അത് അടിവരയിട്ട് മനസ്സിലെഴുതണം. യഹൂദന്മാരുടെ പ്രത്യാശയാണ് ഈ വാഗ്ദാനം. ഈ വാഗ്ദാനമാണ് അവർക്ക് പ്രത്യാശ. അത് ഏതെങ്കിലും ഒരു വാഗ്ദാനമല്ല, അബ്രഹാമിനോട് ദൈവം നൽകിയ ആ വാഗ്ദാനം. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിൽ സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിലൂടെയാണ് യഹൂദ ജനത്തെ രൂപീകരിച്ചത്. അവരിലൂടെയാണ് ക്രിസ്തു എന്ന മശിഹ കടന്നു വന്നത്. മശിഹ കടന്നു വന്നിട്ട് സ്വന്തം ജനത്തിന് അനുഗ്രഹം കൊടുക്കാതിരിക്കുമോ? അവർക്കത് ആദ്യം വെച്ച് നീട്ടി. പക്ഷെ അവർ പ്രതീക്ഷ വേറൊരു അനുഗ്രഹമാണ്, ഭൗതികവും രാഷ്ട്രീയവുമായ അനുഗ്രഹം. അവർക്ക് യേശുവിനെ വേണ്ട, യേശുവിനോട് ആത്മീയമായ പാപമോചനം വേണ്ട. ഈ അനുഗ്രഹമാണ് പൗലോസോട്, എൻ്റെ ജീവിതം ഇതാണ്. യഹൂദന്മാരുടെ പ്രത്യാശ എന്ന് പറയുന്നത് മശിഹയിലൂടെ പാപമോചനമായിരിക്കണം. അതാണ് ഇവിടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ. അപ്പോൾ വളരെ ശക്തമായ യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പൗലോസ് സംസാരിക്കുന്നത്. താൻ ഈ വിഷയത്തിൽ സംസാരിക്കാൻ താൻ ഗമാലിയൻ്റെ കീഴിൽ നിന്ന് നന്നായി പഠിച്ചു. പക്ഷെ അന്ന് വെളിച്ചമുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് പൗലോസ് മനസ്സിലായത്, യഹൂദന്മാരുടെ ശരിക്കുള്ള പ്രത്യാശ യേശുവാണ്, മശിഹയാണ്. മശിഹയിലൂടെ വരുന്ന പാപമോചനമാണ്. പാപമോചനം കിട്ടാത്ത മനുഷ്യൻ ഏതൊക്കെ ആചാര അനുഷ്ഠാനങ്ങളിൽ ചടങ്ങുകളിൽ ജീവിച്ചിട്ട് എന്ത് ഗുണം? പാപമോചനമാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ആ വീണ്ടെടുപ്പാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അത് നൽകാനാണ്, പകർത്യങ്ങൾ നമ്മളെ തിരിക്കാനാണ് ദൈവത്തിൻ്റെ പുത്രനെ നമുക്ക് അയച്ചത്. നാമാണ് ആ അവകാശി, നാമാണ് ആ മക്കൾ. എല്ലാം ഒരുമിച്ച് ചേർത്ത് പൗലോസ് പറയുന്നത് യഹൂദൻ്റെ പ്രത്യാശയാണ്. അതിൻ്റെ പേരിലാണ് ഇവരെന്നെ വിസ്തരിക്കുന്നത്. ഞാൻ വാസ്തവത്തിൽ സഹായിക്കുന്നവനാണ്, പക്ഷെ അവർക്കത് മനസ്സിലാകുന്നില്ല. കാരണം അവരുടെ മൈൻഡ് ലോകത്തിലാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ പ്രത്യാശ, അതിൻ്റെ നിവർത്തീകരണം സുവിശേഷമാണ്. ഇസ്രായേലിൻ്റെ പ്രത്യാശയുടെ നിവർത്തീകരണം സുവിശേഷമാണ്. സുവിശേഷത നിവർത്തിയാകുന്ന തിരിച്ചറിവുണ്ടാകണം. ഇത് ചെറിയ നിസ്സാരമായ കാര്യമല്ല. ഒരു ഇഷ്ടമുള്ള താല്പര്യമുള്ള വിഷയം എന്നതിനേക്കാൾ ഒരു പഴയമ പ്രവചനത്തിൻ്റെ നിവർത്തി, ഇത് പുതിയമ ക്രിസ്ത്യാനിത്വമാണ്. പുതിയമ ക്രിസ്ത്യാനിത്വം അത് വളരെ പ്രധാനമായിട്ട് പൗലോസ് അവർ കാണിച്ചു കൊടുക്കുകയാണ്. ആ വാഗ്ദാനത്തിൻ്റെ നിവർത്തി അത് വ്യാഖ്യാനിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അബ്രഹാമിനോട് ദൈവം നൽകിയ വാഗ്ദാനത്തിൻ്റെ നിവർത്തി എങ്ങനെ, ആരിൽ നിവർത്തിയായി, അതിൻ്റെ അനുഗ്രഹം എന്താണ്? എന്തുകൊണ്ടാണ് യഹൂദന്മാർ ഇത്രമാത്രം പൗലോസിനെ ഉപദ്രവിക്കുന്നത്, പൗലോസിനെ തള്ളിക്കളയുന്നത്, കൊല്ലാൻ ശ്രമിക്കുന്നത്? മരിച്ചുപോയെന്ന് വിചാരിച്ചു വരെ ഇട്ടിട്ട് പോയ അവസ്ഥയുണ്ടായി. കാരണം ഇവിടെ പൗലോസിൻ്റെ വ്യാഖ്യാനം, വാഗ്ദാനം, അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനത്തെക്കുറിച്ച് ദൈവശ്വാസീയമായി ദൈവം തന്നെയായ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ പൗലോസ് നൽകിയ വ്യാഖ്യാനം യഹൂദന്മാരുടെ ആഗ്രഹത്തിന് വിപരീതമാണ്. യഹൂദന്മാരുടെ വ്യാഖ്യാനത്തിന് വിപരീതമാണ് പൗലോസ് ദൈവാത്മാവിൽ നൽകിയ വ്യാഖ്യാനം. അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദാനത്തെക്കുറിച്ച് പൗലോസ് വ്യക്തമാക്കുന്നത് യഹൂദന്മാർ ആഗ്രഹിച്ച തരത്തിലല്ല. പൗലോസ് ക്രിസ്തുവിൻ്റെ ക്രൂശിനെ കുറിച്ച് പ്രസംഗിച്ചു, ക്രിസ്തുവിൻ്റെ രക്തച്ചൊരിച്ചിലിനെ കുറിച്ച്, മരണത്തെക്കുറിച്ച്, അതുവഴി വന്നു വരുന്ന നന്മയായ സഭയെക്കുറിച്ച്, പാപവനത്തെക്കുറിച്ച്, പരിശുദ്ധാത്മ ദാനത്തെക്കുറിച്ച് എല്ലാം പ്രസംഗിച്ചു. ഇതാണ് അബ്രഹാമിന് നൽകിയ വാഗ്ദാനത്തിൻ്റെ നിവൃത്തിക്കായി മശിഹ കടന്നു വന്ന് നിവർത്തിച്ചത്.
അതാണ് സുവിശേഷമാണ് ആ പഴയമ വാഗ്ദാനത്തിൻ്റെയും പഴയമ പ്രവചനത്തിൻ്റെയും നിവൃത്തി. സുവിശേഷം. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സുവിശേഷമാണ് പഴയമ പ്രവചനം. ഈ പഴയമ വാഗ്ദാനം, അതിൻ്റെ നിവൃത്തിയാണ് സുവിശേഷം. പക്ഷെ യഹൂദൻ അത് തള്ളിക്കളയും. അവൻ ഭൂമിയിലുള്ള ഭൗതികമായിട്ടുള്ള രാഷ്ട്രീയമായ ഒരു നിവൃത്തിക്ക് വേണ്ടി, ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലൊരു നേട്ടം, പണ്ടത്തെ ശലോമോന്റെ കാലത്തെ പോലെ സുവർണമായൊരു കാലഘട്ടം, അത് മിശിക തരുമെന്ന പ്രതീക്ഷയാണ് അവർ വേറൊരു മിശികയെ കാത്തിരിക്കുന്നത്. പൗലോസ് പറയുന്ന വാഗ്ദാനം, അതിൻ്റെ നിവൃത്തിയാണ് മിശിക, സുവിശേഷം, സുവിശേഷത്തിൻ്റെ നന്മകൾ. ഇതൊന്നും അവർക്ക് കേൾക്കണ്ട. അവരിതാ ആത്മീകമായ അനുഗ്രഹത്തിൽ തൃപ്തരല്ല. ലോകത്തിൽ അനേകം ആൾക്കാർക്കും ആത്മീയ അനുഗ്രഹം തൃപ്തമല്ല. അവർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും മറ്റു ചാട്ടവും ബഹളവും കോലാഹലങ്ങളും ഒക്കെയാണ് ഇഷ്ടം. ആത്മീക അനുഗ്രഹം, അതിൽ പലരും തൃപ്തരാകുന്നില്ല. യഹൂദനും അങ്ങനെയാണ്. ഒരു വേദഭാഗം നമ്മൾ വായിക്കേണ്ടതുണ്ട്, യോഹന്നാൻ 11. ഇവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ, യഹൂദന്മാർക്ക് പറ്റിയ പിഴവ് മനസ്സിലാക്കുന്നതിന് യോഹന്നാന്റെ 11-ാം അധ്യായം 47 മുതൽ 53 വരെ വായിക്കുമ്പോൾ, മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി, നാം എന്ത് ചെയ്യേണ്ടു? ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ. അവനെ ഇങ്ങനെ വിട്ടയച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. റോമക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തു കളയുമെന്ന് പറഞ്ഞു. അവരിൽ ഒരുത്തൻ, ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവ് തന്നെ, അവരോട്, നിങ്ങളൊന്നും അറിയുന്നില്ല, ജനം മുഴുവൻ നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്ന അന്ന് എന്ന് ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു. അവരിത് സ്വയമായി പറഞ്ഞതല്ല, താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനാകിയാൽ ജനത്തിനു വേണ്ടി യേശു മരിപ്പാൻ ഇരിക്കുന്നെന്ന് പ്രവചിച്ചത്രേ. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നാക്കി ചേർക്കേണ്ടത് തന്നെ അന്ന് മുതൽ അവർ അവനെ കൊല്ലുവാനാഗ്രഹിച്ചു. ഇവിടെ മഹാപുരോഹിതൻ എന്ന് പറയുന്നത് ശരിക്കും ദൈവപ്രകാരമുള്ള വിശുദ്ധമായ ജീവൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ഒരു മഹാപുരോഹിതനൊന്നുമല്ല കയ്യഫാസ്. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി സ്വന്തം സ്ഥാനമാനങ്ങൾ നിലനിർത്താൻ വേണ്ടി പല വഴികളും തെറ്റായ വഴികളും ഉപയോഗിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. മഹാപുരോഹിതന്റെ സ്ഥാനത്ത് ഇരിക്കുന്നതേ ഉള്ളൂ. ശരിക്കും ലേവ്യ പൗരോഹിത്യ പ്രകാരമുള്ള മഹാപുരോഹിതനുള്ള യോഗ്യതയൊന്നുമില്ല ഈ മനുഷ്യന്. പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. യഹൂദന്മാരുടെ ശരിക്കുള്ള ആഗ്രഹം ഇവിടെ കാണാം. അവർക്ക് സ്ഥാനമാനങ്ങൾ, സ്ഥാനം പോകരുത്. റോമൻ സമൂഹത്തിന് മുമ്പിലൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കണം. ഈ സ്ഥലത്തെ ജനത്തെ എടുത്തു കളയും, നമ്മുടെ സ്ഥാനം പോകും. റോമക്കാർ ഇവിടെ കടന്നു വരും. ഇവിടെ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞാൽ അവർ വന്ന് നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം, അവർ റോമൻ കോളനികൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു, ഭരണ സംവിധാനം, അത് നഷ്ടപ്പെടും. നമുക്ക് അധികാരം പോകും, വരുമാനം പോകും. അത് മാത്രമാണ് അവരുടെ മനസ്സിൽ. ആ മനുഷ്യർക്ക് ആത്മീയ അനുഗ്രഹം കൊടുക്കണമെന്നും ഒരു ചിന്തയുമില്ല. അതുകൊണ്ടാണ് പൗലോസിനെ അവർ ഈ രാജ്യദ്രോഹവും കലഹക്കാരനും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയത്. പ്രവർത്തന പുസ്തകം 24-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പൗലോസിനെ അവർ ഉന്നയിച്ചത് ആരോപണം ഇതായിരുന്നു: ഈ പുരുഷൻ ഒരു ബാധയാണ്, ലോകത്തിലുള്ള സകല യഹൂദന്മാരുടെ ഇടയിൽ കലഹമുണ്ടാക്കുന്നവനും നസ്രായി മതത്തിന് മുമ്പനും എന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു. ഇവരൊരു ബാധയാണ്, ഇവർ കലഹക്കാരനാണ്, രാജ്യദ്രോഹിയാണ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. കാരണം യഹൂദന്മാരുടെ പ്രത്യാശയായ വാഗ്ദാനം, യഹൂദന്മാരുടെ വാഗ്ദാനം, അല്ലെങ്കിൽ പ്രത്യാശയാണ് ഈ വാഗ്ദാനം. അത് പൗലോസ് പ്രസംഗിച്ചു, അത് യേശുവാണ്, അത് സുവിശേഷമാണ്. നിങ്ങളുടെ പ്രതീക്ഷ സുവിശേഷത്തിലാണ്. കർത്താവ് യേശു ക്രിസ്തുവാണ് ആ വാഗ്ദാനം. അബ്രഹാമിൻ്റെ സന്തതി യേശുവിലൂടെ വരുന്ന സുവിശേഷമാണ് നിങ്ങളുടെ അനുഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് സ്വീകരിക്കാൻ തയ്യാറില്ല. അവർക്കത് കലഹക്കാരനായിട്ട് തോന്നി, ശല്യക്കാരനായിട്ട് തോന്നി. അവർ വാസ്തുത യഹൂദന്മാർക്ക് അനുഗ്രഹിക്കാൻ, സഹായിക്കാൻ ദൈവം പൗലോസിനെ ആദ്യം അവരുടെ നടുവിലേക്ക് അയച്ചു. പൗലോസ് അതാണ് പ്രസംഗിച്ചവർക്ക്. പക്ഷെ അവർ തള്ളിക്കളഞ്ഞു. കാരണം അവർക്ക് വേണ്ടത് രാഷ്ട്രീയപരമായ, സാമൂഹ്യപരമായ, ദേശത്തിലുള്ള, ഭൂമിയിലുള്ള ഒരു അനുഗ്രഹമാണ്. അവർ പ്രതീക്ഷിച്ചത് മറ്റൊന്നാണ്. അതുകൊണ്ടാണ് യഹൂദന്മാർ യേശുവിനെ തള്ളിക്കളഞ്ഞ പോലെ തന്നെ പൗലോസിനെ തള്ളിക്കളയുന്നത്. പൗലോസ് പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറല്ല. എന്തൊരു ദുരന്തമാണ് അവർ വിളിച്ചു വരുത്തിയത് 1-ാം നൂറ്റാണ്ടിൽ നടന്നത്. അവരിവിടെ പറയുന്ന പൗലോസ് അവർ രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിക്കുന്നു, രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിക്കുന്ന, എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന പ്രത്യാശ. പക്ഷെ അവരെ കാണിച്ചു കൊടുത്തിട്ട് പൗലോസ് അത് ആ പ്രത്യാശ, നിങ്ങൾ എത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന പ്രത്യാശയുണ്ടല്ലോ, അതാണ് സുവിശേഷം. അബ്രഹാമിന് ദൈവം നൽകി തന്ന ആ വാഗ്ദാനത്തിൻ്റെ നിവൃത്തിയാണ് സുവിശേഷം. പക്ഷെ ആ സദ്വാർത്ത, വാഗ്ദത്ത നിവൃത്തി കൊണ്ടുവന്ന ആ സദ്വാർത്തയായ സുവിശേഷം, വാഗ്ദാനത്തിൻ്റെ പൂർണ്ണതയായ സുവിശേഷം അവർ സ്വീകരിക്കാൻ തയ്യാറില്ല. അപ്പോൾ അവർക്ക് അവരുടെ പ്രത്യാശ എന്തെന്ന് മനസ്സിലായിട്ടില്ല. പൗലോസ് അവരോട് അറിയിച്ച സുവിശേഷം അവരുടെ പ്രത്യാശയാണ്. ഈ പ്രത്യാശയെക്കുറിച്ച് പൗലോസ് പറഞ്ഞതുപോലെ, പ്രവർത്തന പുസ്തകം 26-ാം അധ്യായത്തിൽ പൗലോസ് അഗ്രിപ്പ രാജാവിനോട് പറഞ്ഞതുപോലെ,
അതിനുവേണ്ടിയാണ് എന്നെ ഇവർ പിടിച്ചുപിടിച്ചിരിക്കുന്നത്. ആ പ്രത്യാശ ചൊല്ലിയാകുന്ന രാജാവ് യഹൂദന്മാർ എൻ്റെ മേൽ കുറ്റം ചുമത്തുന്നത് ഇതിൻ്റെ പേരിലാണ്. അവരുടെ പ്രത്യാശ എന്താണെന്ന് കാണിച്ചു കൊടുത്തതിൻ്റെ പേരിലാണ്. യേശുവിനെ ചെയ്തതുപോലെയാണ്. സഹായിക്ക് വന്നവനെയാണ് ക്രൂശിക്കൊന്നത്. യഹൂദന്മാർക്ക് വേണ്ടി ദൈവം വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? യഹൂദന്മാർക്ക് വേണ്ടി ദൈവം ഇനി വേറെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ഇപ്പൊ അപ്പോസ്തലന്റെ വാക്കുകളെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അവരുടെ പ്രത്യാശയായ വാഗ്ദാനം, അതായത് സുവിശേഷം, രണ്ടും ഒന്ന് തന്നെയാണ്. യഹൂദന്മാരുടെ വാഗ്ദാനം, യഹൂദന്മാരുടെ പ്രത്യാശയായ വാഗ്ദാനം, ഒരു പ്രതീക്ഷിച്ച് കാത്തിരുന്ന ആ വാഗ്ദാനം, അത് തന്നെയാണ് സുവിശേഷം. രണ്ടും ഒന്ന് തന്നെയാണ്. സുവിശേഷം വ്യക്തമായി വിശദീകരിക്കുന്നു എന്തായിരുന്നു വാഗ്ദാനമെന്ന്. അബ്രഹാമിന്റെ ദൈവം നൽകിയ നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജനങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞ ആത്മീക സന്തതിയിലൂടെ വരുന്ന അനുഗ്രഹം എന്താണെന്ന് സുവിശേഷം വ്യക്തമായി വിവരിച്ചു തരും. അപ്പം വാഗ്ദാനം, സുവിശേഷം പറയുന്നു വീണ്ടെടുപ്പാണ്. അതാണ് വീണ്ടെടുപ്പ്. പാപത്തിൽ വീണ മനുഷ്യരെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ദൈവം നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനം. അബ്രഹാമിന്റെ സന്തതിയിലൂടെ നിറവേറ്റി, അതായത് സുവിശേഷത്തിന്റെ നിവർത്തി. ഇവിടെയാണ് നമ്മുടെ ചോദ്യം വീണ്ടും വരുന്നത്. ദൈവം യഹൂദ ജനത്തിനുവേണ്ടി എന്തെങ്കിലും ഇനി കരുതി വെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പ്രവചനം അവർക്ക് വേണ്ടി ഇനിയും അവശേഷിക്കുന്നുണ്ടോ? ഏതെങ്കിലും പ്രവചനം ഇനിയും പൂർണ്ണമാകാതുണ്ടോ? പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി. പലരുടെ ചിന്ത എങ്ങനെയാണ്? യഹൂദന്മാർക്ക് വേണ്ടി പ്രത്യേക പദ്ധതിയുണ്ട്. അവസാനം അവരെല്ലാവരും ഇതേ രക്ഷിക്കും. റോമലേഖനം 9 ദുരുപയോഗിച്ചും തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടൊക്കെ അങ്ങനെ പഠിപ്പിക്കും. പക്ഷെ പുതിയ നിയമം വളരെ വ്യക്തമായ, ആശങ്കയ്ക്കിടയില്ലാതെ വന്നു വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾക്കും എനിക്കുമൊക്കെ ഉള്ളത് തന്നെ ഇനി യഹൂദനുമുള്ളൂ. പ്രത്യേകിച്ച് അവനൊന്നുമില്ല. അവന് വേണ്ടി യാതൊരു പ്രത്യേക പദ്ധതികളുമില്ല. സുവിശേഷമാണ് അവർക്കുള്ള ഉത്തരം. അവർക്കുള്ള വാഗ്ദാനവും അവരോടുള്ള പ്രവചനത്തിൻ്റെ പൂർണ്ണതയും സുവിശേഷം മാത്രമാണ്. സുവിശേഷം അനുസരിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാഗ്ദാനം, പ്രത്യാശ നിങ്ങൾക്ക് എത്തിപ്പിടിക്കും. പൗലോസ് പറയുന്നു, പൗലോസിനെ സംബന്ധിച്ച് സുവിശേഷം യഹൂദൻ്റെ പ്രത്യാശയുടെ പൂർണ്ണതയാണ്. അതവർ സ്വീകരിക്കണം. സുവിശേഷം സ്വീകരിക്കണം. യേശുക്രിസ്തുവിൻ്റെ മശിഹയെക്കുറിച്ചുള്ള പ്രവചനങ്ങളുടെ നിവൃത്തിയാണത്. അപ്പോൾ വാഗ്ദാനവുമായിട്ട് അല്ലെങ്കിൽ വാഗ്ദാനവുമായിട്ട് ബന്ധപ്പെട്ട സകല മശിഹ പ്രവചനങ്ങൾ, വാഗ്ദാനം നിവൃത്തിയായതിലൂടെ പ്രവചനവും നിവൃത്തിയായി. ഒന്ന് നിവൃത്തിയായി, മറ്റൊന്ന് നിവൃത്തിയായി. അപ്പോൾ പ്രവചനം, വാഗ്ദാനം രണ്ടും സുവിശേഷ കാലഘട്ടത്തിൽ നിവൃത്തിയായി. ആ വാഗ്ദാനങ്ങളെല്ലാം സുവിശേഷത്തിലൂടെ നിവൃത്തിയായി. മാത്രമല്ല, എഫേസ് ലേഖനം 3 കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പൗലോസ് അപ്പോസ്തലൻ എഫേസ് ലേഖനം 3 പുറജാതികളെയും ഈ വാഗ്ദാനത്തിലേക്ക് കൂട്ടിച്ചേർത്തു. യഹൂദന്മാർ തള്ളിക്കളയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ കാലിലെ പൊടി തട്ടി പുറജാതികളുടെ നടുവിലേക്ക് പോയി. ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ആദ്യ യെരുശലേമിലും പിന്നെ യഹൂദയിലും സമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം പുറജാതികളുടെ നടുവിലേക്ക് പോയി. അവരോട് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. അവർക്ക് വാതിൽ തുറന്നു കൊടുത്തു. അവരെക്കുറിച്ച് പറയുമ്പോൾ എഫേസ് ലേഖനം 3:6 വാക്യം വളരെ പ്രധാനമാണ്. ഇവിടെ പറയുന്നത്, അപ്പോൾ ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവ് വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നു. ഇത് പണ്ടത്തെ കാലത്ത് മനുഷ്യർ ചിന്തിച്ചതുപോലെയില്ല ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന്. എന്തായിരുന്നു അത്? അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശം, ഏകശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണം. ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദാനം അബ്രഹാമിനോട് നൽകുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ ജാതികളും ഉണ്ട്. ജാതികളെയും രക്ഷയിലേക്ക് ക്രിസ്തുവിൻ്റെ കൂട്ടവകാശം. യഹൂദന്റെ മുൻസ്ഥാനം പുറജാതികളിൽ നിന്ന് വന്നവർ പുറകിലിരിക്കാന്നല്ല, കൂട്ടവകാശം. യഹൂദന് ഇത് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്, കേൾക്കുമ്പോൾ തന്നെ വെറുപ്പാണ്. ഈ പുറജാതികൾ നമ്മുടെ കൂടെ ഇരിക്കും. യേശുവിൽ കൂട്ടവകാശം, ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണം എന്നുള്ളതാണ് ഈ പൂർവ്വകാലത്ത് മറഞ്ഞിരുന്നത്, ഇപ്പോൾ വെളിപ്പെട്ടതുമായ മർമ്മം. എന്തൊരു പദ്ധതിയാണ് ദൈവത്തിൻ്റെത്! ഇപ്പൊ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ വ്യക്തമായി ഞാൻ പറഞ്ഞു, സുവിശേഷത്തിലൂടെ പുറജാതികളും ഈ വാഗ്ദാനത്തിൻ്റെ പങ്കാളിയാകുക. വാഗ്ദാനത്തിൻ്റെ പങ്കാളിയാകുക. ഇതിനേക്കാൾ ശക്തം വേറൊരു വാക്യം ഗലാത്യ ലേഖനം 3:29 പൗലോസ് പറയുന്ന കേൾക്കാം. പറഞ്ഞു വായിച്ച് അവസാനിപ്പിക്കും. ഗലാത്യ 3:29 ക്രിസ്തുവിനോട് ചേരുവ സ്നാനമേറ്റ എല്ലാവരും ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ മക്കളാണ്. ക്രിസ്തുവോട് ചേരി അവർ നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനും യവനനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്ര. ക്രിസ്തുവിനോട് ചേരുവ സ്നാനമേൽക്കുന്നില്ല എല്ലാവരും. യഹൂദന്മാരും എല്ലാം ക്രിസ്തുവിനോട് കൂടി ഒന്നാവുകയാണ്. വ്യത്യാസമില്ല അവിടെ.
എന്നിട്ടൊരു സെൻറ്റൻസ് പറയും 29, ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശം. വീണ്ടും ആ വാക്ക്, ഇങ്ങനെ പഠനത്തിൽ നമുക്ക് ആ വാക്കിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്നു. വാഗ്ദാന പ്രകാരം, അബ്രഹാമിൻ്റെ നൽകിയ വാഗ്ദാനം. അബ്രഹാമിൻ്റെ ദൈവം ആദ്യം സുവിശേഷം പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കും ഗലാത്യർ. ആ സുവിശേഷത്തിൽ പ്രജാതികൾ കൊണ്ടേ രണ്ടുപേരുടെയും രണ്ടു കൂട്ടരിൽ നിന്ന് വരുന്ന വിശ്വാസികളുടെ പിതാവാണ് അബ്രഹാം. ആ വാഗ്ദാനത്തിൻ്റെ അവകാശികളുമായി മാറും. ഇവിടെ യഹൂദരിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, അവർക്കുള്ളത് സുവിശേഷം തന്നെയാണ്. സുവിശേഷം വിശ്വസിക്കാൻ തയ്യാറായാൽ അവർക്ക് വാതിൽ തുറന്നു കിടക്കുകയാണ്. സ്വാഭാവികമായ കൊമ്പുകളെ ഒട്ടിക്കാൻ എത്ര എളുപ്പമാണ്, കാട്ടൊലിവിനെ ദൈവത്തിന് ഒട്ടിക്കാമെങ്കിൽ. അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് യാതൊന്നുമില്ല. ക്രിസ്തുവിന് പുറത്ത് ഒന്നുമില്ല, സുവിശേഷത്തിന് പുറത്ത് അവർക്കൊന്നുമില്ല. ക്രിസ്തുവിൻ്റെ സുവിശേഷം അബ്രഹാമിൻ്റെ ദൈവം നൽകിയ വാഗ്ദാനത്തിൻ്റെ നിവൃത്തിയാണ്. അത് മതി ഒരാൾക്ക് എത്തിപ്പിടിക്കാൻ, ലക്ഷ്യത്തിൽ എത്തിപ്പിടിക്കാൻ പറ്റും സുവിശേഷത്തെ അനുസരിച്ച്. നിങ്ങൾ സഹകരണത്തോട് ബാക്കി കാര്യം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ വിജയമായിരുന്നോ പരാജയമായിരുന്നോ എന്നൊരു ചോദ്യത്തോടുകൂടിയാണ് നമ്മൾ അടുത്ത പഠനം വീണ്ടെടുക്കുന്ന വിഷയത്തിൽ നമ്മൾ പ്രവേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വീണ്ടെടുക്കുന്ന വിഷയം. അത് വളരെ ശ്രദ്ധയോടുകൂടി നഷ്ടപ്പെടാതിരിക്കുക. നമുക്കറിയാം 2-3 ആഴ്ചകൾക്കപ്പുറം ഈ ക്ലാസ്സുകളൊന്നും ഫേസ്ബുക്കിൽ നിൽക്കില്ല. അതുകൊണ്ട് വേണ്ടതുപോലെ സംരക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ തലമുറകളെ സഹായിക്കും. അബ്രഹാമിൻ്റെ ദൈവം നൽകിയ വാഗ്ദാനമാണ് ഏറ്റവും പ്രധാനം. അതിൻ്റെ 2 ഭാഗങ്ങൾ, അതിൻ്റെ നിവൃത്തി, ഒന്ന് പഴയ നിയമം, ഒന്ന് പുതിയ നിയമം. പഴയ നിയമത്തിൽ ദേശവും രാജ്യവും അത് നിവൃത്തിയായി ആ ചിത്രം വ്യക്തമായി കാണിച്ചു തരും 39 അധ്യായങ്ങളിലൂടെ. പുതിയ നിയമത്തിൽ ആത്മിക സന്തതിയിലൂടെയുള്ള അനുഗ്രഹം ക്രിസ്തുവിലൂടെ പുതിയ നിയമത്തിൽ വ്യക്തമായി കാണിച്ചു. അതിൽ നിന്ന് പ്രജാതികളും യഹൂദന്മാരുത്തിൽ നിന്ന് ക്രിസ്തുവിൽ വന്നിട്ടുള്ളവർ എല്ലാവരും കൂടെ ചേർന്ന ഏക ശരീരസ്ഥരാണ്. നിങ്ങളെ സഹായിക്കട്ടെ. തുടരാൻ അടുത്ത പഠനം. താങ്ക് യു.